ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UK നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പൈസ കൊടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ടെങ്കിലും ഭൂരിഭാഗം ആൾക്കാരും പ്രൈവറ്റ് ഹോസ്പിറ്റലാണല്ലോ പോകുന്നത്. അപ്പം നമ്മൾ പൈസ കൊടുക്കുന്നു. അപ്പം നമുക്ക് ആവശ്യമായ കൃത്യസമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് അസുഖം വന്നാലും അല്ലെങ്കിൽ അതുപോലെ എമർജൻസി ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കാഷ്വാലിറ്റിയിലേക്ക് ഡയറക്റ്റ് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്കിവിടെ ജി പി പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്ലിനിക്കുണ്ട്. അവിടെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ GP പ്രാക്ടീസ് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ അവിടെ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് ചോദിക്കണം. അപ്പോയിൻമെൻറ്റ് അവർ ഇപ്പോൾ ആദ്യമൊക്കെ കിട്ടുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കിട്ടാൻ. അവർ എല്ലാ ദിവസവും ഇപ്പം ഓരോ സർജറിയിലും ഡിഫറൻ്റ് ആണ്. അപ്പോൾ രാവിലെ നമ്മൾ വിളിക്കുന്നു, 8 മണിയാകുമ്പോൾ വിളിക്കണം, വിളിച്ചുകൊണ്ടിരിക്കണം. വിളിച്ച് കുറേ കഴിയുമ്പം അവർ നമുക്ക് കിട്ടും. വെയിറ്റിംഗ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ടേൺ അനുസരിച്ച് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ അപ്പോഴത്തേനും അപ്പോയിൻമെൻ്റ് എല്ലാം തീർന്നു കാണും. അപ്പോൾ അവർ പറയും നാളെ 8 മണിയാകുമ്പോൾ വിളിക്കാൻ പറയും. അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇവർ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് ആൻറ്റിബയോട്ടിക് തരുമോ? പ്രോപ്പറായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടാൽ മാത്രമേ അവർ അതിൻ്റെ ആൻറ്റിബയോട്ടിക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതൊരു കണക്കിന് നല്ലതാണ് കേട്ടോ. നാട്ടിൽ ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചെന്ന് കഴിയുമ്പോഴേ കുറേ മരുന്നുകളും കാര്യങ്ങളും ആൻറ്റിബയോട്ടിക് ഇപ്പോൾ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മതി. ഒരു വൈറൽ ഫീവറൊക്കെ ആയിട്ട് അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇവിടെ അങ്ങനെയാണ്. നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു കാര്യം. അതുപോലെ തന്നെ ഓരോ കാര്യം ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി അല്ലാതെ എന്തെങ്കിലും ഒരു കണ്ടീഷനുണ്ട്. അപ്പം നമുക്കൊരു ആർത്രൈറ്റിസിൻ്റെ വിഷമമോ അല്ലെ കാലിന് വേദന, മുട്ടിന് വേദന, അല്ലെങ്കിൽ ഷോൾഡർ പെയിന്, അങ്ങനെ ബാക്ക് പെയിന്, അങ്ങനെയൊക്കെ ഉള്ളതിന് ഇപ്പോൾ നമുക്ക് കുറേ നാൾ നോക്കിയിട്ട് വേദനയൊന്നും കുറയുന്നില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊരു സംശയം അവർക്ക് തോന്നുവാണെങ്കിൽ അവർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്താലും അതിന് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് ഉണ്ട്. പിന്നെയും നമ്മൾ മാസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പം. പിന്നെ അത്ര അത്യാവശ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുവാണെങ്കിൽ ഒരു 2 വീക്സിനുള്ളിൽ കാണും. അല്ലെങ്കിൽ നമ്മൾ മന്ത്സ്, ചിലപ്പം 2-3 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു പെട്ടെന്നൊരു അസുഖം ഉണ്ടായി, അല്ലെങ്കിൽ ഇച്ചിരി ഗുരുതരമായ ഒരു അസുഖം ഉണ്ടായി, അല്ല ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലത്തെ പോലെ അയ്യോ ഇനി പൈസ എവിടെ നിന്നുണ്ടാക്കും എന്നുള്ള ബുദ്ധിമുട്ട് വേണ്ട. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകണം, നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആളില്ല, അല്ലെങ്കിൽ വണ്ടിയില്ല, ഇതൊന്നും എടുത്ത് വിഷമിക്കേണ്ട. നമ്മൾ ആംബുലൻസ് വിളിക്കുകയാണെങ്കിൽ അത്യാവശ്യ കാര്യമാണ്, അവർ പെട്ടെന്ന് തന്നെ എത്തി അവർ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കംപ്ലീറ്റ് ആയിട്ടുള്ള ചികിത്സയും ഫ്രീ ആണ്, നമ്മളൊന്നും അറിയണ്ട. അത് പിന്നെ 5 പൈസ നമുക്ക് മുടക്കില്ല. ഫുഡ് വരെ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ ട്രീറ്റ്മെൻറ്റ്, ആൻറ്റിബയോട്ടിക് വേണമെങ്കിൽ ആൻറ്റിബയോട്ടിക്, ഈവൻ സർജറി വേണമെങ്കിൽ സർജറി, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം ഫ്രീ ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ മുടക്കാകില്ല. പക്ഷേ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, പിന്നെ അവർക്ക് കുറച്ച് പോളിസി പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കേണ്ട സമയമായെന്ന് തോന്നിയാൽ അവർ ഡിസ്ചാർജ് ആക്കി വിടും. അല്ലെങ്കിൽ എല്ലാ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ഫ്രീ. അത് നമുക്ക് നാട്ടിലത്തെക്കാളും ഒരു ഭയങ്കരമായിട്ട് ബെനിഫിറ്റായിട്ട് തോന്നിയൊരു കാര്യമാണ്. നാട്ടിലാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗുരുതരമായ രോഗമോ ഇച്ചിരി കൂടുതലായിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരുന്ന രോഗമോ സർജറി എന്തെങ്കിലും വേണ്ടി വന്നാൽ നമ്മൾ ലക്ഷങ്ങൾ മുടക്കണ്ടേ. അപ്പോൾ മിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിക്കും. ഇവിടെ ആ വിഷമം വേണ്ട. അതെല്ലാം നമുക്ക് ഇവിടുത്തെ NHS എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും ഭയങ്കര ബെറ്ററായിട്ടുള്ള
ഹോസ്പിറ്റലുകളാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരിക്കും. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കെയറൊക്കെ നല്ല കെയർ കിട്ടും. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഒരു നല്ല കാര്യമാണ്. പിന്നെ നമ്മൾ ഇവിടെ നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖമായി ഇവിടെ ക്ലിനിക്കിൽ പോയി, അതായത് നമ്മുടെ GP സർജറി എന്ന് പറയും, അവിടെ പോയി അവരെന്തെങ്കിലും മരുന്ന് പ്രിസ്ക്രിപ്ഷനൊക്കെ കുറിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മരുന്ന് മേടിക്കണമെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ. പക്ഷേ കുറേ കൊച്ചു പിള്ളേർക്കെന്നല്ല, പിള്ളേർക്കൊക്കെ 18 വയസ്സാകുന്നിടം വരെ അതും ഫ്രീ ആണ്. എല്ലാം കംപ്ലീറ്റ് മരുന്ന് കാര്യങ്ങളെല്ലാം ഫ്രീ ആണ്. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും എന്നാ ചില അസുഖങ്ങളുള്ളവർക്കും മരുന്ന് ഫ്രീ ആണ്. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് കംപ്ലീറ്റ് മരുന്ന് ഫ്രീ ആണ്. അതായത് എൻഡോക്രൈൻ സംബന്ധമായിട്ട് അസുഖങ്ങളുള്ളവർക്ക്, തൈറോയിഡിൻ്റെ അസുഖമുള്ളവർക്ക് ഫ്രീ ആണ്. അതുപോലെ ക്യാൻസർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് മരുന്ന് ഫ്രീ ആണ്. അത് ഒരു പ്രിസ്ക്രിപ്ഷനും പൈസയൊന്നും കൊടുക്കണ്ട. പിന്നെ 60 വയസ്സ് കഴിഞ്ഞാലും പ്രിസ്ക്രിപ്ഷൻ പൈസ കൊടുക്കണ്ട. അപ്പോൾ അതെല്ലാം ഭയങ്കരമായിട്ടൊരു ബെനിഫിറ്റുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ, നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇവിടെ ഇപ്പം നമുക്കൊരു സർജറി കാര്യങ്ങൾ, ഇപ്പോൾ എമർജൻസി അല്ല, ഇപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവർ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടും നമ്മളെ. ഇപ്പം എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതല്ല, കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ലാത്ത സർജറിയൊക്കെ ആണെങ്കിൽ അവർ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടും. ഇപ്പോൾ ഒത്തിരി ഈ കോവിഡ് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ചിലപ്പം വർഷങ്ങളോളം നീണ്ടു പോകും കേട്ടോ. എനിക്ക് തന്നെ ഒരു ബാക്കിൻ്റെ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 വർഷമാണ് കാത്തിരുന്നത്, വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടത്. അവർ പറയും വേദനയൊക്കെ ഉണ്ടെങ്കിൽ പെയിൻ ടാബ്ലറ്റ് കഴിക്കുക, നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് പോയി കാണിക്കുക, അതുപോലെ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം നമ്മളോട് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറയും. അതായത് എമർജൻസി എന്ന് അവർ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് വല്ലോ കാല് തളർന്നു പോവുകയോ നടക്കാൻ വല്ലാഴി വരുവോ ഇപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലിലോട്ട് ചെല്ലാൻ പറയും, അഡ്മിറ്റാക്കാൻ, പെട്ടെന്ന് സർജറി ചെയ്യും. അല്ലെങ്കിൽ അവർ ആ സമയം നമ്മുടെ ടേൺ വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുവേ. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്കിപ്പോൾ വീട്ടിലൊരാൾക്ക് ക്യാൻസർ അങ്ങനെയുള്ള ഗുരുതരമായ രോഗം വന്നെങ്കിൽ, ഇപ്പോൾ ക്യാൻസറാണെന്ന് കൂട്ടിക്കോ, അപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമ്മൾ എത്രയോ ലക്ഷം രൂപ മുടക്കണം. ലക്ഷങ്ങൾ നമുക്ക് ഒരു കുടുംബത്തിന് അതുപോലെ കാശുള്ളവർക്കല്ലാതെ അത് പിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചിലവ് വരും അല്ലേ. പക്ഷേ ഇവിടെ ആ ചിലവുകൾ എല്ലാം ഫ്രീ ആണ്. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇവിടെ അസുഖം ഇപ്പം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് സമയത്ത് തന്നെ അവർ തരും കേട്ടോ. അതിന് ഡിലേ ഒന്നും വരികയില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് ഡയഗ്നോസ് ആയി വരുവാൻ വേണ്ടിയിട്ട് കുറേ താമസമുണ്ട്. അതൊരു കുഴപ്പമാണ് ഇവിടെ. കാരണം അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് കുറേ കാര്യങ്ങളിലൊക്കെ ഡിലേ വന്നിട്ട് അസുഖമൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ചിലപ്പോൾ അതിൻ്റെ സമയം നേരത്തെ കണ്ടുപിടിച്ചാലല്ലേ ക്യാൻസർ കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്താലല്ലേ അതിനൊരു റിക്കവറിയൊക്കെ വരത്തുള്ളൂ. ചിലപ്പം താമസിച്ചു പോയാൽ ക്യാൻസർ എന്ന് പറഞ്ഞൊരു ഭയങ്കര അസുഖമല്ലേ, അത് സ്റ്റേജ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാതെ വരും അസുഖം. അതായത് 3, 4 ഒക്കെ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോലും അതിനൊരു സമയപരിധിയുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ അവർ ഒരു റെഗുലർ ചെക്കപ്പൊക്കെ നടത്തും. എന്നാലും ഒരു സ്പീഡ് പോരാന്ന് നമുക്ക് തോന്നും. ഈ ഡയഗ്നോസ് ആകുന്നിടം വരെയുള്ള പ്രോസസ്സിന് ഒരു സ്പീഡ് കുറവാണെന്ന് നമുക്ക് തോന്നും. അതായത് ഇപ്പം നമ്മൾ കുറേ എന്തെങ്കിലും ലക്ഷണമൊക്കെ ആയിട്ട് നമ്മുടെ തന്നെ ഡോക്ടറെ അടുത്ത് ചെല്ലുവാണ്. അവർ കുറച്ച് നാൾ നമുക്ക് മരുന്നൊക്കെ തന്നു നോക്കും, അത് കുറയുന്നുണ്ടോയെന്ന്. അതും കുറയുന്നില്ല, അതിന് കൂടി വരുവാണ്. എന്തെങ്കിലും പ്രത്യേക ലക്ഷണം കാണിച്ചാൽ മാത്രമേ അവർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്താലും ഇപ്പോൾ എമർജൻസി ആയിട്ട്, അതായത് ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് റെഫർ ചെയ്തില്ലെങ്കിൽ അതും 3, 4 മാസമൊക്കെ എടുക്കാം നമ്മൾ ഡോക്ടറെ കണ്ടുവരുമ്പോഴത്തേനും. അപ്പോൾ അങ്ങനെ കുറേ സമയം, അതിപ്പോൾ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്ന വല്ല അസുഖമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്തത് ആ സമയം കൊണ്ട് സ്റ്റേജൊക്കെ മാറുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇവിടെ. അല്ലെങ്കിൽ നമുക്കിപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഒഴിവാക്കിയാൽ ബാക്കി NHSൻ്റെ ഇവിടുത്തെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഇപ്പം നാട്ടിലാണെങ്കിൽ പൈസ കയ്യിലുള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ്ടേ. പൈസ എവിടെ നിന്നെങ്കിലുമൊക്കെ ഉണ്ടാക്കി കടം മേടിച്ചും അങ്ങനെയൊക്കെ വരുന്നതിനും പിന്നെ അതുമല്ല ഇങ്ങനെയൊക്കെ ഒരു ചികിത്സ കഴിയുമ്പോഴത്തേനും അവർ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നു പോയിരിക്കും. പിന്നെ മുന്നോട്ടുള്ള ജീവിതം അതിലും വലിയ കഷ്ടപ്പാടായിരിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത്, ഫ്രീ ആയിട്ട് കിട്ടുന്നത് വളരെ
വലിയൊരു ഉപകാരം തന്നെയാണ്. അതുപോലെ വീട്ടിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് അതുപോലെയുള്ള മേലാഴിക വന്നു, ഇപ്പോൾ ചെസ്റ്റ് പെയിനാണ്, അല്ലെ ഒരാൾ വീണു ഭയങ്കരമായിട്ട് എന്നെ തല പൊട്ടി തലയ്ക്ക് അല്ലെ ബോധക്കേട് വന്നു, അല്ലെങ്കിൽ റോഡിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 999 വിളിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ അവർ നമ്മുടെ വീട്ടിലെത്തുവേ. അവർക്ക് എമർജൻസി ആംബുലൻസ് വരും. അപ്പോൾ എന്നിട്ട് ഉടനെ തന്നെ അവർ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തിട്ട് നമ്മളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് വരുമ്പോഴത്തേനും കുറേ സമയം എടുക്കുമല്ലോ. അത് ഒന്ന് കമ്പയർ നോക്കുമ്പോൾ ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് നല്ല കൂടുതലുണ്ട്. പിന്നെ ഇവിടെ എല്ലാ വീടുകളിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുന്നേ തന്നെ ആംബുലൻസ് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ നല്ലതാണ് ഇവിടെ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒന്ന് ഡോക്ടറെ കണ്ട് അതിൻ്റെ ആ ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. അല്ലെങ്കിൽ അതുപോലെ എമർജൻസി ഉള്ളവർക്ക് പെട്ടെന്ന് അവർ ഡീൽ ചെയ്യും. അല്ലാത്തവരൊക്കെ ചിലപ്പം ഇപ്പം നമ്മൾ ആദ്യം ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാകണമെന്നില്ലല്ലോ. അങ്ങനെയുള്ളവരുടെ ഡിലേ വന്ന് ചിലപ്പോൾ താമസിച്ച് പോകാറുണ്ട്. അതാണ് ഒരു മെയിൻ കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ഇനി വേറെ ഒരു വിഷയമായിട്ട് വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.